വാജിവാഹനം തന്ത്രിയുടെ വീട്ടിലുമില്ല എന്നാണ് ഇപ്പോൾ അറിയുന്ന ഒരു പുതിയ വിവരം. അപ്പൊ തന്ത്രിയുടെ വീട്ടിലും ഇല്ലെങ്കിൽ ഇത് എവിടെ പോയി എന്നുള്ളൊരു ചോദ്യമുണ്ട്. തന്ത്രി ഇത് വിറ്റോ? തന്ത്രി വിറ്റോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നുണ്ട്. കാരണം ഇതിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്നുള്ളതാണ്. ഏതാണ്ട് ഒക്ടോബർ 11-ന് രാജീവ് കണ്ഠരര് രാജീവര് അദ്ദേഹം ഈ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡിനെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ പക്കലുണ്ട്, അത് വിധിപ്രകാരം എടുത്തുകൊണ്ട് പോകണം. അങ്ങനെയാണ് ഇനി ചെയ്യേണ്ടത്. ദേവസ്വം ബോർഡ് അവിടെ വന്ന് അത് കളക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം അവിടെ ഇല്ല, അത് അദ്ദേഹം മറ്റൊരാൾക്ക് കൊടുത്തു എന്നുള്ള വാർത്ത, അദ്ദേഹത്തിന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനം അത് കയ്യിലില്ല എന്നൊരു വാർത്ത വരുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് മറ്റൊരാൾക്ക് കൊടുത്തു എന്നുള്ളത് തന്നെയാണല്ലോ നമ്മൾ അർത്ഥമാക്കേണ്ടത്. എന്റെ കയ്യിലുള്ള സാധനം ഞാൻ അറിയാതെ വേറൊരിടത്ത് പോയില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ അത് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാവണം. ഒരു രീതിയിൽ അത് അങ്ങനെ ചെയ്തു വന്നതാണ് കണ്ഠരരുടെ അടുത്ത്. അപ്പോൾ അദ്ദേഹം അത് വിധിപ്രകാരം ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതെ സ്വായത്തമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ കൊടിമരത്തിലെ വാജിവാഹനം തിരികെ വാങ്ങണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം ബോർഡിന് കത്ത് നൽകുമ്പോഴും ഈ ഒരു സംഭവം തെളിയുന്നുണ്ട്. അതായത് ഇതൊരു നമ്മൾ പറയില്ല, ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു കളി നടത്തുന്നത് എന്നുള്ള ഒരു ആശങ്കയും അവിടെയുണ്ട്. കാരണം എടുത്തുകൊണ്ട് പോകണം എന്ന് പറയുന്നു, നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലില്ല. ഈ വാർത്തകൾ വന്നതനുസരിച്ചിട്ടാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിലില്ലാത്തൊരു സാധനമാണ്, അങ്ങനെ നിങ്ങൾ വന്ന് എടുത്തോണ്ട് പോക്കോ എന്നൊരു വെല്ലുവിളി കൂടി അതിൽ ഉയരുന്നുണ്ട്. അപ്പോൾ ഇത് കടത്തിയിട്ടുണ്ടെന്നുള്ള ഒരു സൂചന അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് കണ്ഠരര് രാജീവര് ഈ ഒരു കത്ത് നൽകുന്നത്, ഇത് എടുത്തുകൊണ്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ട്. അപ്പോൾ ഇത് പോയി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഓൺലൈൻ മാധ്യമം നൽകുന്ന വാർത്ത കൂടിയാണ്. അതിന്റെ നമ്മൾ പറയുന്നതല്ല, ഒരു ഓൺലൈൻ മാധ്യമം നൽകുന്ന വാർത്ത അനുസരിച്ച് ഇത് ചിരഞ്ജീവിക്കൊപ്പം സന്നിധാനത്തെ എത്തി വിവാദത്തിൽ കുടുങ്ങിയ ഒരു കുടുംബം, ആ കുടുംബത്തിനാണ് ഇതിപ്പോ കൈവശം വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്ന ഒരു സൂചന. രണ്ടാമതൊരു സൂചന കൂടിയുണ്ട്. ഇത് രഹസ്യമായിട്ട് ഈ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ വേണ്ടിയാകാം ഇത് രഹസ്യമായി ദേവസ്വം ബോർഡിന് നൽകി എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. ഇതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയണമെങ്കിൽ കൃത്യമായ അന്വേഷണം നടത്തി ദേവസ്വം ബോർഡ് പോകുന്നതിൻ്റെ അവിടെ പോയി ഇത് കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത് കാണാതെ ആയിട്ടുണ്ടെന്നുള്ള നമ്മൾ പറയില്ല ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. പരസ്യ പ്രതികരണത്തിനൊന്നും ദേവസ്വം ബോർഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ശബരിമല അയ്യപ്പ സന്നിധിയിൽ 8 വർഷത്തിന് മുമ്പ് സ്വർണ്ണ കൊടിമരവും അയ്യപ്പ വാഹനമായിട്ടുള്ള കുതിരയുടെ രൂപവും സ്ഥാപിച്ചപ്പോൾ മുമ്പുണ്ടായിരുന്ന കുതിര രൂപം മാറ്റിയതായിട്ട് സംശയമുണ്ട് എന്നുള്ളതായിരുന്നു ഈ വാർത്ത. ഏതാണ്ട് 10 കിലോ തങ്കം ഉപയോഗിച്ചിട്ടാണ് ഈ സ്വർണ്ണ കൊടിമരം അവിടെ പുതുക്കി നിർമ്മിച്ചിട്ടുള്ളത്. ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള സ്വകാര്യ കമ്പനിയാണ് പുതിയ സ്വർണ്ണ കൊടിമരം നിർമ്മിക്കാനുള്ള സ്പോൺസർഷിപ്പ് നൽകിയതിലൊക്കെ ഇത് ഈ പറയുന്ന രീതിയിലുള്ള ആരോപണം ഉയർന്നത്. പുതിയ സ്വർണ്ണ കൊടിമരം സ്ഥാപിച്ച് 2 മാസത്തിനുള്ളിൽ അത് മെർക്കുറി ഒഴിച്ച് നശിപ്പിച്ചിട്ടുണ്ടെന്ന് കൂടി കണ്ടെത്തുന്നുണ്ട്. ഈ സ്വർണ്ണ കൊടിമരം ആദ്യം പുതുക്കി പണിയാനായിട്ടുള്ള കാരണമായിട്ട് പറയുന്നത് അതിന്റെ താഴെ സ്വർണ്ണ നിറത്തിലുള്ള പെയിന്റ് അടിച്ചു എന്നുള്ളതായിരുന്നു. ഈ സ്വർണ്ണ നിറത്തിലുള്ള പെയിന്റിൽ രാസവസ്തു ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പൊളിക്കാനുള്ള നീക്കം, രണ്ടാമത് നിർമ്മിക്കാനുള്ള നീക്കമൊക്കെ നടത്തുന്നത്. ഇത് നീക്കം നടത്തുമ്പോഴാണ് മെർക്കുറി ഒഴിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ സ്ഥാപിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പെയിന്റിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തുവിനേക്കാളും വലിയ രാസവസ്തുവല്ലേ മെർക്കുറി. ഇത് ഇങ്ങനെ സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ താനും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇത് നിർബന്ധപൂർവം, അതായത് ഇത് പൊളിക്കേണ്ടത് ചിലരുടെയൊക്കെ ആവശ്യമായിരുന്നു എന്നുള്ളതിലേക്കാണ് ഈ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഇതോടൊപ്പം പുറത്തു വന്ന ഒരു വാർത്ത, അത് നമ്മുടെ ABC ന്യൂസിൽ തന്നെ കൊടുത്ത ഒരു വാർത്ത എന്ന് വെച്ചിട്ട് അയ്യപ്പ ഭഗവാന്റെ ഇത് ക്ഷേത്രം കത്തി നശിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഭഗവാന്റെ ആ സമയത്ത് അതെ ആ സമയത്തെ വിഗ്രഹം ഒരു മണിയായിട്ട് ഉരുക്കി മാറ്റി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ മണിയും അവിടെ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ വിലപിടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ മൂല്യം മാത്രമല്ല, ഇതിന്റെ കാലപ്പഴക്കം എന്ന് പറയുന്നത് നമ്മൾ പറയില്ല, ആർക്കിയോളജിക്കൽ ആന്റിക് വാല്യൂ ഉണ്ട്. ഒരു ആന്റിക് വാല്യൂ ഉണ്ട്. മോഹമില്ല എന്നൊക്കെ പറയുന്നത്. അത് ഈ സ്വർണത്തിന്റെ വില തന്നെ ആവണമെന്നില്ല. അതെ, അതാവണമെന്നില്ല. അപ്പൊ ആ ഒരു കാര്യം കൂടി, അതായത്
പഴയ അയ്യപ്പ വിഗ്രഹം ഉരുക്കി ഉണ്ടാക്കിയിട്ടുള്ള മണി കൂടി ഇതിന്റെ ഒപ്പം കാണാതെയായി എന്നുള്ളതാണ് ഈ പുറത്ത് വന്ന, അത് നമ്മൾ ഇതില് നമ്മുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ABC-യിൽ ചെയ്ത ഒരു വാർത്ത. അപ്പൊ അത് ആ കാര്യങ്ങൾ വരെ കൂടി ഇതിലൊക്കെ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതിനിടയിലാണ് ഈ തന്ത്രിയുടെ പേര് വരുമ്പോഴും ഈ വാജിവാഹനത്തിന്റെ വാർത്തയും ആദ്യം പറഞ്ഞത് ABC ന്യൂസിലൂടെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം പുറത്തു വരുമ്പോഴും തന്ത്രിയൊക്കെ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് തന്ത്രിയുടെ പേരിലേക്ക് ഈ കാര്യങ്ങൾ വരരുത്. പക്ഷെ ഈ കാര്യങ്ങൾക്ക് എല്ലാത്തിലും ഒപ്പിടേണ്ട ഒരാള്, അതായത് ദേവന്റെ പിതൃസ്ഥാനീയനാണ്. ആ പിതൃസ്ഥാനീയൻ ഒപ്പിട്ട് നൽകിയിട്ടുള്ള ഒരു കാര്യത്തിൽ ഞാനൊരു ഒപ്പല്ലേ ഇട്ടുള്ളൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അദ്ദേഹത്തിന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള അർഹത അദ്ദേഹത്തിനുണ്ട്. ഇത്തരത്തിലൊരു നീക്കം അവിടെ നടക്കുന്നുണ്ട്, എനിക്കിതിൽ താല്പര്യമല്ല, അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നു ഇതിൽ നിന്ന് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അന്ന് തന്നെ ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ അന്നേ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടാമായിരുന്നു. ഇനി ഇതിനിടയിൽ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും സംഭവിച്ചോ, അല്ലെങ്കിൽ അദ്ദേഹം ഇതിൽ പെട്ടുപോയതാണോ, അതൊക്കെ അദ്ദേഹം പറയേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ഇപ്പോൾ ഇതുവരെയും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇത് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്, വാജിവാഹനം എൻ്റെ കയ്യിലുണ്ട്, അത് നിങ്ങൾ വന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള കത്താണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ കൂടെ തന്നെയാണ് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ദേവതയുടെ വാഹനമാണ്. ഇതിപ്പോ ആദ്യം നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നത് പോലെ ഇതിന്റെ ചൈതന്യം പോയ ഇത് ജഡമാണല്ലോ. ഇത് ഉരുക്കി, ലോഹമാണെങ്കിൽ ഉരുക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ 3 വിധത്തിലാണ് ഇതിന്റെ ദഹനം ഇല്ലാതെയാക്കൽ പ്രോസസ്സ് നടക്കുന്നത്. ഇതൊന്നും ചെയ്യാതെ ഇത്തരത്തിൽ ഒരു വാജിവാഹനം അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റെന്തെല്ലാം കാര്യങ്ങൾ ഈ ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രത്തെ പറ്റി മാത്രം വരുന്നുണ്ട്. ഇപ്പോൾ മറ്റു പല ക്ഷേത്രങ്ങളിലെയും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ ഓരോന്നായിട്ട് പുറത്തു വരുന്നുണ്ട്. അത് കാണുന്നില്ല, ഇത് കാണുന്നില്ല, മറ്റത് കാണുന്നില്ല, മറിച്ചത് കാണുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും മറ്റൊരു ഇതര വിഭാഗത്തിന്റെ, സമുദായത്തിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വാർത്ത വരുന്നുണ്ടോ? അത് വരുന്നില്ല. അത് വരാത്തത് എന്തുകൊണ്ടാണ്? ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് തസ്കര സംഘം, കൊള്ള സംഘമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലേതുപോലെയുള്ള പ്രത്യേകിച്ചുള്ള ഒരു ഭരണ സമിതി ഇവിടെ വേണമെന്നുള്ള ഒരു ആഗ്രഹം വരുന്നുണ്ട്. ഈ രാഷ്ട്രപതി വരികയാണ്, രാഷ്ട്രപതിയുടെ അടുത്ത് ഹിന്ദു സംഘടനകൾ ചെല്ലുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെയും അത്തരത്തിലുള്ള ഒരു ഏർപ്പാടുണ്ടാക്കണം. കാരണം ഈ ശബരിമല എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച് പുണ്യമായപ്പെട്ട ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് നിന്ന് ഇത്തരത്തിൽ മോഷണം പോവുക എന്ന് പറയുമ്പോൾ അത് അത്ര നല്ല ഒരു കാര്യമല്ല എന്നുള്ളത് തന്നെയാണ്. പഴയ കൊടിമരത്തിന് മുകളിൽ സ്ഥാപിച്ചുള്ള വാജി വെള്ളിയിലുള്ളതായിരുന്നു. പുതിയ കൊടിമരത്തിൽ സ്വർണം പൂശിയ പുതിയ വാജിയാണുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇനിയൊരു മാറ്റം വരികയാണെങ്കിൽ ഈ തസ്കര സംഘങ്ങൾ തന്നെയാണ് ഉള്ളതെങ്കിൽ, ഇപ്പോൾ ഈ ഒരു വാർത്ത വന്നില്ലെങ്കിൽ ഇതിനെയും മോഹവിലയ്ക്കൊക്കെ വാങ്ങാനുള്ള ആളുകൾ, അതായത് നേരത്തെ 500 കോടിയാണ് മോഹവില പറഞ്ഞിരുന്നത്, 500-600 കോടിയാണ് വെള്ളിക്ക് പറഞ്ഞിരുന്നത്. അങ്ങനെയെങ്കിൽ സ്വർണം പൂശിയതിന് കൊടുക്കാവുന്ന മോഹവില എത്രയായിരിക്കാം? അത്രയും നൽകാനുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഈ തട്ടിപ്പൊക്കെ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ സ്വർണം പൂശിയ വാജി ഇവിടെയുണ്ട്. അപ്പോൾ പഴയ വെള്ളിയിലുള്ള കുതിര എവിടെ പോയി എന്ന ചോദ്യത്തിലാണ് ഈ കാര്യങ്ങൾ മുഴുവനും പുറത്തു വരുന്നത്. ഈ കാറ്റിനെ വെല്ലുന്ന വേഗത്തിൽ പായുന്ന കുതിരയുടെ പുറത്ത് അമ്പും വില്ലും ധരിച്ചവനായിട്ട് ആണ് അയ്യപ്പൻ ഭക്തരുടെ മനസ്സിലൊക്കെ ഉള്ളത്. അപ്പോൾ വില്ലാളി വീരനായിട്ടുള്ള ധർമ്മശാസ്താവ്, അദ്ദേഹത്തിന്റെ ഈ വാഹനം അവിടെ നിന്ന് പോകുന്നു എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട് കേട്ടോ. ഈ തന്ത്രിയുടെ കുടുംബത്തിൽ പലതരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊക്കെ അറിയില്ല, കരക്കമ്പിയാണ്, അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഇത്തരത്തിലുള്ള മുതലുകൾ കൊണ്ടുവന്ന് വെച്ചത് കൊണ്ടാണ് എന്നുള്ളതും ഒരു കരക്കമ്പി വരുന്നുണ്ട്. എന്തായാലും ഈ പറയുന്ന ചിരഞ്ജീവിയുടെ ഒപ്പം വന്നിട്ടുള്ള കുടുംബം ആരാണ്? ആ കുടുംബത്തിന്റെ പക്കലാണോ ഈ പറയുന്ന വാജിവാഹനം നിലവിലുള്ളത്? അതല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് ഈ പറയുന്ന റൂമറുകൾ പോലെ തന്നെ ദേവസ്വം ബോർഡിന് ഇത് എന്താ പറയുക, വളരെ രഹസ്യമായി കൈമാറിയിട്ടുണ്ടോ എന്നുള്ളത് പുറത്തു വരേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇതിൽ ദേവസ്വം ബോർഡിന്റെ മൗനമാണ് ഇത്തരം ചോദ്യങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ നിലനിർത്തുന്നത്. ദേവസ്വം ബോർഡ് കൃത്യമായൊരു മറുപടി ഇക്കാര്യത്തിൽ
പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം മുനയൊടിഞ്ഞു പോകുമെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിന് ഈ ഒരു കാര്യം പറയാത്തത്, ഈ ഒരു കാര്യം സമ്മതിക്കാൻ കഴിയാത്തത്? അതായത് ഞങ്ങൾ പോയിട്ടില്ല, ഇത് വാങ്ങാൻ പോകുന്നുണ്ട്, ഇത് എടുക്കാൻ പോകുന്നുണ്ട്, ഇന്ന ദിവസം പോകും, ഇതൊക്കെ തീരുമാനം എടുക്കാനുള്ള സമയമൊക്കെ അതിക്രമിച്ചു എന്നുള്ളതാണ് തോന്നുന്നത്. ഭക്തരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. ബുദ്ധി കൊണ്ട് ഭക്തിയെ, വിശ്വാസത്തെ നമ്മൾ അളക്കരുത് എന്നാണ് പറയുക. അപ്പോൾ എത്രയോ കോടി ഭക്തരുടെ ഒരു ആലയമാണ് ആ സങ്കേതം എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ചൈതന്യം ആവാഹിച്ച് നിന്നിരുന്ന ഒരു വാജിവാഹനവും അവിടുത്തെ ദ്വാരപാല ശില്പങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണിത്. അതിന് ഉത്തരവാദിത്തം പറയേണ്ട, പൊതുജനത്തോട്, വിശ്വാസികളോട് ഉത്തരവാദിത്തം പറയേണ്ട ഒരു കാര്യം, ഒരു എന്താ പറയുക, ആ ഒരു മാന്യത സർക്കാർ പാലിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ഇനി ഈ പറയുന്ന വാജിവാഹനം എന്ന് പറയുന്നത് തന്ത്രിയുടെ പക്കലുണ്ടോ, അതോ ഈ പറയുന്ന തന്ത്രിയുടെ പക്കൽ നിന്ന് അത് മാറി ചിരഞ്ജീവിയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കുടുംബവുമായി പ്രമുഖമായിട്ടുള്ള കുടുംബത്തിലുണ്ടോ, അതോ ഇത് രഹസ്യമായിട്ട് ദേവസ്വം ബോർഡിന് കൈമാറിയോ എന്ന് പറയേണ്ട ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനുണ്ട്. ദേവസ്വം ബോർഡ് അത് നിർവഹിക്കേണ്ടത് അത്യാവശ്യവുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.